ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനന്തൻ വർമ്മ സാറിന് നേരെ എന്ത് കരുക്കൾ നീക്കിയാലും അത് ആ നിമിഷം തന്നെ കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. അതൊക്കെ പോസ്റ്റ് പേഴ്സണൽ അസിസ്റ്റന്റ്, ജോലി ഉള്ളി നോട്ടം. ഇത് പിന്നെ അളിയന്റെ അമ്മായിയമ്മയുടെ വീടായോണ്ട് പിടി വീണാലും തടി കേടാവാതെ രക്ഷപ്പെടാം. വേറെ വല്ല വീട് വരുന്നെങ്കിൽ പിടിച്ച തൊണ്ടി മടല് കിട്ടിയ പിന്നെ ജീവിക്കണ്ട. അത് മരമാണോ അത് മരിച്ചവന്റെ പ്രേതമാണോ? ആ പിശാചിനൊന്ന് വിളിക്കാം. എന്തായി ജയ? മാഡം, ഞാൻ ഈ വീടിന്റെ മുറ്റത്തെത്തി. അവളെ കണ്ടോ? ഇല്ലല്ല, ഞാൻ വീടിന് പുറത്താ. താൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്. താൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ അകത്തുണ്ടോന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ഓ ശരി മാഡം. പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ അങ്ങോട്ട് വിളിച്ചു പറയാം. ആ ശരി. നിന്റെ അച്ഛൻ വളരെ വളരെ നല്ല മനുഷ്യനാ. പൊതുജീവിതത്തില് ഒരു അഴിമതിയും കാണിക്കാത്ത മനുഷ്യൻ. മറ്റുള്ള എല്ലാരോടും കാരുണ്യം കാണിക്കുന്ന ദയവുള്ള മനുഷ്യൻ. അമ്മ അച്ഛനെ കുറിച്ച് വളരെ നല്ലത് മാത്രമേ പറയൂ. പക്ഷേ അച്ഛൻ അമ്മയെ കുറിച്ച് അങ്ങനെ പറയാത്തെന്താ? അത് തെറ്റിദ്ധാരണയാ. അന്നു മുതല് ഇന്ന് വരെയുള്ള അംബികയുടെ ബ്രെയിൻ വാഷ്. അമ്മേ, എനിക്ക് ഇന്ന് വരെ മനസ്സിലാവാത്തൊരു കാര്യ ഞാൻ ചോദിക്കാൻ പോകുന്നത്. അച്ഛൻ വളരെ ഇന്റലിജന്റ് ആയ വളരെ ജീനിയസ് ആയ ഒരു മനുഷ്യനാ. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദങ്ങളായ ഒത്തിരി പ്ലാനുകൾ വർക്കൗട്ട് ആക്കിയ ഒരു പൊളിറ്റിക്കൽ ലീഡർ. ഒരു തട്ടിപ്പും അദ്ദേഹത്തിന്റെ അടുത്ത് വില പോവില്ല എന്നുള്ളതാ സത്യം. പക്ഷേ അംബിക അമ്മായിയുടെ എല്ലാ തന്ത്രങ്ങളിലും അച്ഛൻ വീണു പോകുന്നു. ഭാര്യയെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും ഒരാള് അപവാദം പറഞ്ഞ് പരത്തിയ അത് അച്ഛനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാവോ? ഇത് അപവാദം പറഞ്ഞ് പരത്തുക മാത്രമല്ലല്ലോ മോളെ അവര് ചെയ്തത്. അവൾ ഒരു കെണി ഒരുക്കി എന്നെ ആ ജഗന്നാഥേട്ടനെയും കൂടി അവൾ അതില് വീഴ്ത്തി. അതല്ലേ പ്രതാപേട്ടനെ കാണിച്ചു കൊടുത്ത. പ്രതാപേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതൊരു മനുഷ്യനും വിശ്വസിച്ചു പോകുന്ന തരത്തിലല്ലേ അവളെ കെണി ഒരുക്കിയത്. എന്താണെങ്കിലും അച്ഛനെ പോലെ ഒരാള് അങ്ങനെ വിശ്വസിക്കാവോന്നോ ഞാൻ ചോദിക്കുന്നത്. അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ അംബിക അമ്മായി പറയുന്ന ഏത് കാര്യവും അച്ഛൻ വിശ്വസിക്കുക. അതാ എനിക്ക് മനസ്സിലാവാത്ത. മോളെ, പ്രതാപേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു നാടകം കളിച്ചു നിൽക്കാൻ അംബികയ്ക്ക് നന്നായിട്ട് അറിയാം. അതാ അവളുടെ മിടുക്ക്. അമ്മേ, എന്നെപ്പോലെ തന്നെ അമ്മയുടെ താല്പര്യപ്രകാരമല്ലേ അമ്മ അച്ഛനെ കല്യാണം കഴിച്ചത്? അതെ. പക്ഷേ എനിക്ക് പ്രതാപേട്ടനോടുണ്ടായ പ്രണയത്തിന്റെ കാരണക്കാരൻ പ്രധാനമായിട്ടും എന്റെ അച്ഛനാ. അച്ഛന് പ്രതാപേട്ടനോടുണ്ടായിരുന്ന അതിര് കവിഞ്ഞ സ്നേഹം. ഏതു നേരവും അച്ഛന് പ്രതാപേട്ടനെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ ശ്രുതിഗീതം കേട്ട് കേട്ടാ ഞാൻ പ്രതാപേട്ടനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആദ്യകാലത്ത് പ്രതാപേട്ടൻ എന്നെ ജീവനായിരുന്നു. അംബികയുടെ ഇടപെടല ഞങ്ങളുടെ ജീവിതം തകർത്തത്. ഞാനിത് എപ്പോഴും മോളോട് പറയുന്നത് ഇതൊരു പാഠവാ. നമ്മുടെ സ്വകാര്യതകളിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും
മറ്റൊരാൾ ഇടപെടാൻ നമ്മൾ അനുവദിക്കരുത്. അതിനവസരം കൊടുക്കരുത്. അതിപ്പോ ബന്ധുക്കളായാലും എത്ര പ്രിയപ്പെട്ടവരായാലും പേഴ്സണൽ ലൈഫിലേക്ക് അവരൊരിക്കലും കടന്നു വരരുത്. മോളും രാജുവും തമ്മില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് വളരെ ക്ഷമയോടെ പരസ്പരം പറഞ്ഞു തീർക്കണം. ശരി അമ്മേ. മോളെ, ഏതൊരു പെണ്ണിന്റെയും പുണ്യോ അവളുടെ ഭർത്താവ്. അക്കാര്യത്തില് എന്റെ മോളൊരു പുണ്യവതിയാ. രാജു അത്രയ്ക്ക് നല്ലവനാ. അവൻ എത്ര പാവമാണെന്നുള്ളതിന്റെ തെളിവല്ലേ കണ്ടത്. സ്വന്തം ഭാര്യയോടുള്ള പ്രണയം പോലും പറയാനാവാതെ എന്തെല്ലാം കുഴപ്പങ്ങളിൽ അവൻ ചെന്ന് ചാടിയത്. കുറച്ച് നീ കൊണ്ട് അവനെ ചാടിച്ചതാ. രാജുവിനെ തെറ്റിദ്ധരിച്ചതില് എനിക്ക് വലിയ വിഷമമുണ്ടമ്മേ. മോളെ, എന്ത് തെറ്റിദ്ധാരണകളായാലും അത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവാതെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. ഈ അമ്മയുടെ അനുഭവം ഒരു പാഠമാക്കണം. സ്നേഹത്തിന്റെ ഒരു കടല രാജുന്റെ മനസ്സ്. മോള പാവത്തിനെ ഇനി കരയിക്കരുത്. ഇല്ലമ്മേ, ഒരിക്കലും കരയിക്കില്ല. എന്റെ രാജു എവിടെ? അമ്മേ, ഞാനിപ്പോ വരാവേ. ഈ ചെറുക്കനും ആ തലതെറിച്ച പെണ്ണും എവിടെ പോയി കറങ്ങി നടക്കുന്നു? അവളുടെ അമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കുമോ? ഇതൊന്നും കണ്ടുപിടിക്കാതെ ഉറക്കവും വരില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യുക? അമ്പിയയ്ക്ക് കൃത്യമായിട്ട് ന്യൂസ് കൊടുക്കാനും പറ്റുന്നില്ല. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് മണിക്കൂട്ടൻ എടുക്കണം. നമ്മൾ ഈ സമയത്ത് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ വർമ്മ സാർ ആപത്തിൽ ചെന്ന് പെടും. ഞാൻ എന്ത് വേണമെന്ന് രാജു എന്നോട് പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്യാം. വേറൊന്നുമല്ലടാ, ആനന്ദം പിള്ള മഹാതാപാനയാ. അയാള് വീണ്ടും വന്നിരിക്കുന്നതന്നെ വർമ്മ സാറിനോടുള്ള പക വീട്ടാനാ. അതെനിക്ക് അയാൾ വന്നപ്പോഴേ മനസ്സിലായി. അനന്തം പിള്ള തന്ത്രശാലിയായ ഒരു മുതലയാണ്. പമ്മി ഇങ്ങനെ ഇരിക്കും, വെള്ളം കുടിക്കാൻ വരുന്ന ഏത് മൃഗത്തെയും പിടിച്ച വിഴുങ്ങിക്കളയും. അതെ, അതുകൊണ്ട് തന്നെയാ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്ന. അനന്തൻ വർമ്മ സാറിന് നേരെ എന്ത് കരുക്കള് നീക്കിയാലും അത് ആ നിമിഷം തന്നെ കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. അതൊക്കെ